ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വാഷിംഗ് മെഷീനിലെ എല്ലാ സർക്യൂട്ട് കണക്ഷൻസും അതിൻ്റെ വർക്കിങ്ങും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്നത്തെ കണ്ടൻസ് എന്ന് പറയുന്നത് ഒന്ന് സർക്യൂട്ട് ഡയഗ്രാം, രണ്ട് വർക്കിംഗ്. നമുക്ക് ആദ്യം സർക്യൂട്ട് ഡയഗ്രത്തിലൂടെ കടന്നു പോകാം. ഒരു വാഷിംഗ് മെഷീൻ്റെ അകത്ത് രണ്ട് മോട്ടറുകളാണുള്ളത്. ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ കേസാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്പിന്നർ മോട്ടർ, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഓക്സിലറി വൈൻഡിങ് ഉണ്ട്, ഒരു മെയിൻ വൈൻഡിങ് ഉണ്ടാവും. പിന്നെ ഓക്സിലറി വൈൻഡിങ് സീരീസ് ആയിട്ട് കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ അതിൻ്റെ റോട്ടർ ഉണ്ട്. ഈ ഓക്സിലറി വൈൻഡിങ് മെയിൻ വൈൻഡിങ്ങും സ്റ്റേറ്ററിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പാർട്ട് സ്റ്റേറ്ററാണ്. ഇതൊരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. അതേപോലെ തന്നെയാണ് വാഷർ മോട്ടർ വരുന്നത്. വാഷർ മോട്ടറിലും മെയിൻ വൈൻഡിങ് ഉണ്ട്, ഓക്സിലറി വൈൻഡിങ് ഉണ്ട്. ഓക്സിലറി വൈൻഡിങ് സീരീസ് ആയിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ അതിൻ്റെ റോട്ടർ ഉണ്ടാവും, സ്റ്റേറ്ററിലായിരിക്കും വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ തന്നെയാണ്. ഇനിയുള്ളത് സ്പിൻ ടൈമറാണ്. അതേപോലെ ഒരു ലിഡ് സ്വിച്ച് ഉണ്ട്. ലിഡ് സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സ്പിന്നറിൻ്റെ ഡോർ സ്വിച്ചാണ്. സ്പിന്നറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പിന്നർ മോട്ടർ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും അല്ലേ. അപ്പോൾ അവിടെ ഒരു ലിഡ് സ്വിച്ച് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ സ്പിൻ ടൈമർ പോലെ തന്നെ നമുക്ക് എന്തും കൂടെ ഉണ്ട്, വാഷ് ടൈമറുണ്ട്. അതിനുശേഷം ഒരു ബസർ ഉണ്ടാവും. വാഷ് ടൈമറിൽ ഒരു ബസർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കണക്ഷൻ നോക്കാം. ന്യൂട്രലിൻ്റെ കണക്ഷൻ നോക്കാം. ന്യൂട്രൽ ആദ്യം ലിഡ് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പിൻ മോട്ടറിൻ്റെ ഒരു മെയിൻ വൈൻഡിങ്ങിൻ്റെയും ഓക്സിലറി വൈൻഡിങ്ങിൻ്റെയും കോമൺ ടെർമിനലിൽ നിന്ന് നമ്മൾ സ്പിൻ ടൈമറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പിൻ ടൈമറിൽ നിന്ന് ലിഡ് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ലിഡ് സ്വിച്ചിലോ വഴിയാണ് ന്യൂട്രലിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ന്യൂട്രൽ നമ്മൾ വാഷർ മോട്ടറിൻ്റെയും കോമണിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസിൻ്റെ കണക്ഷൻ നോക്കാം. ഫേസ് വയർ ഡയറക്റ്റായിട്ട് വാഷ് ടൈമറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേസ് വയറിൽ ഒരു 5 ആംപിയറിൻ്റെ ഫ്യൂസും നമുക്ക് കാണാൻ പറ്റും. പിന്നീട് വാഷ് ടൈമറിൽ നിന്നൊരു ബസറിൻ്റെ കണക്ഷനും കൂടി പോകുന്നുണ്ട്. സ്പിൻ മോട്ടറിലാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഫേസ് വയർ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ മെയിൻ വൈൻഡിങ്ങിലോട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതേസമയം ഈ വാഷ് ടൈമറിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മെയിൻ വൈൻഡിങ്ങിൽ നിന്നും ഓക്സിലറി വൈൻഡിങ്ങിൽ നിന്നും ഒരു വയർ വാഷ് ടൈമറിലോട്ട് കണക്ട് ചെയ്യും. ആ വാഷ് ടൈമറിലോട്ട് ഒരു ഫേസ് വയർ കൊടുക്കുകയും ചെയ്യും. ഈ ഫേസ് വയർ മെയിൻ വൈൻഡിങ്ങുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളെ മോട്ടർ ഫോർവേഡിൽ കറങ്ങുകയും അതേസമയം ഈ സപ്ലൈ വയർ അല്ലെങ്കിൽ ഫേസ് വയർ നമ്മുടെ ഓക്സിലറി വൈൻഡിങ്ങുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ മോട്ടർ റിവേഴ്സ് ആയിട്ട് കറങ്ങുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്.